ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം സെപ്റ്റംബർ 26. ഒരു വേറിട്ട നിലവിളി. നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കിൽ അവന് നിശ്ചയമായിട്ട് കരുണ തോന്നും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 19-ാം വാക്യം. ഒരു കുഞ്ഞ് കരയുമ്പോൾ അവൾ ക്ഷീണിതനാണെന്നോ അല്ലെങ്കിൽ അവൾക്ക് വിശക്കുന്നു എന്നോ ഉള്ളതിൻ്റെ സൂചനയാണ് അല്ലേ? ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർമാരുടെ അഭിപ്രായത്തിൽ നവജാത ശിശുവിൻ്റെ കരച്ചിലിലെ സൂക്ഷ്മമായ വ്യത്യാസങ്ങൾ മറ്റ് പ്രശ്നങ്ങൾക്കുള്ള സുപ്രധാന സൂചനകളും നൽകും. കുഞ്ഞിൻ്റെ കേന്ദ്ര നാഡീവ്യൂഹത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നിർണ്ണയിക്കാൻ കരച്ചിൽ ഘടകങ്ങൾ, കരച്ചിൽ ശബ്ദം എത്ര വ്യക്തമാണ് എന്നിവ അളക്കുന്ന ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ഡോക്ടർമാർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ദൈവം തൻ്റെ ജനത്തിൻ്റെ വ്യത്യസ്ത നിലവിളി കേൾക്കുമെന്നും അവരുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ നിർണയിക്കുമെന്നും കൃപയോടെ പ്രതികരിക്കുമെന്നും യെശയ്യാവ് പ്രവചിച്ചു. യഹൂദ ദൈവത്തോട് ആലോചിക്കുന്നതിനു പകരം അവൻ്റെ പ്രവാചകനെ അവഗണിക്കുകയും ഈജിപ്തുമായുള്ള സഖ്യത്തിൽ സഹായം തേടുകയും ചെയ്തു. അവർ തങ്ങളുടെ മത്സരത്തിൽ തുടരാൻ തീരുമാനിച്ചാൽ അവൻ അവർക്ക് പരാജയവും അപമാനവും വരുത്തുമെന്ന് ദൈവം അവരോട് പറഞ്ഞു. എന്നിരുന്നാലും ദൈവം അവരോട് കൃപ കാണിക്കാനും കരുണ കാണിക്കുവാനും ആഗ്രഹിച്ചു. ദൈവം അവരെ രക്ഷിക്കും. പക്ഷേ അവരുടെ മാനസാന്തരത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും നിലവിളിയിലൂടെ മാത്രമാണത് സംഭവിക്കുക. ദൈവജനം അവനോട് നിലവിളിച്ചാൽ ദൈവം അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവർക്ക് ആത്മീയ ശക്തിയും ചൈതന്യവും പുതുക്കി നൽകുകയും ചെയ്യും. യേശുവിൽ വിശ്വസിക്കുന്ന ഇന്നത്തെ വിശ്വാസികൾക്കും ഇത് ബാധകമാണ്. അവരുടെ മാനസാന്തരത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വ്യതിരിക്തമായ നിലവിളികൾ നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ ചെവികളിൽ എത്തുമ്പോൾ ദൈവം അത് കേൾക്കുകയും നമ്മോട് ക്ഷമിക്കുകയും ദൈവത്തിലുള്ള നമ്മുടെ സന്തോഷവും പ്രത്യാശയും പുതുക്കുകയും ചെയ്യുന്നു. ചിന്തിക്കുക, എന്തുകൊണ്ടാണ് നിങ്ങൾ ദൈവത്തിനെതിരെ മത്സരിക്കാനും ദൈവത്തിൽ നിന്ന് മാറി സഹായം തേടാനും പ്രലോഭിക്കപ്പെടുന്നത്? ദൈവത്തിൻ്റെ മുമ്പാകെയുള്ള മാനസാന്തരം അനുരഞ്ജനത്തിലേക്കും ജീവനിലേക്കും നയിക്കുന്നതെങ്ങനെ? ദൈവത്തിന് മഹത്വം.